പ്രതാപ് എന്ന് പറഞ്ഞ ഈ ഒരാളെ ഈ പെൺകുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്ത് അവളെ വശീകരിക്കുകയാണ്. ഇപ്പൊ പ്രതാപ് പറയുന്നതെല്ലാം ആ ഒരു പെൺകുട്ടി ഒരെണ്ണ വെട്ടാതെ ചെയ്യുന്നുണ്ട്. അവൾ ഓർഡർ ചെയ്ത ഫുഡ് ഭയങ്കര ഓയിലി ആണെന്ന് പറഞ്ഞ് അവൾ കഴിക്കാതെ മാറ്റി വെച്ചതായിരുന്നു. പ്രതാപ് അവളോട് അതെടുത്ത് കഴിക്കാൻ പറഞ്ഞതും എതിർത്തൊന്നും പറയാതെ അവൾ അതെടുത്ത് കഴിക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. അങ്ങനെ ആ ഒരു ഫാമിലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പ്രതാപ് പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം നീ വീട്ടിലെത്തിയ ഉടനെ ഈ ഒരു ബിസ്ക്കറ്റ് കഴിക്കണമെന്ന് പറയാം. ഇപ്പൊ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും വീട്ടിലെത്തുന്നുണ്ട്. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ഈ ഒരു പെൺകുട്ടി മാത്രം ആ ഒരു ബിസ്ക്കറ്റ് ഫുള്ള് തിന്ന് തീർത്തതിന് ശേഷം മാത്രമാണ് പുറത്തിറങ്ങിയത്. ഇപ്പൊ പ്രതാപും അവരുടെ വീടിന് മുന്നിലായിട്ട് വന്നു നിൽക്കുന്നത് അവളുടെ അമ്മ കാണുന്നുണ്ട്. അവന്റെ വണ്ടി റിപ്പയർ ആയെന്നും കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ എന്നും ചോദിക്കാണ്. അവരും അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അമ്മക്ക് പ്രതാപ് ഇവിടെ വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി അവൻ പറയുന്നത് മുഴുവൻ ചെയ്യുന്നത് കൊണ്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും എന്തോ പന്തികേട് തോന്നാണ്. ഇപ്പൊ ഈ പ്രതാപ് സംസാരിച്ച ആ പെൺകുട്ടിയുടെ ലവിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയം ആ പെൺകുട്ടിയുടെ അനിയൻ അവളുടെ തലക്കിട്ട് ബോൾ കൊണ്ട് അടിക്കുമ്പോ ഈ ഒരു കാര്യം ചെയ്യും അവൻ കിട്ടും നല്ലൊരു അടി കൊടുക്കുന്നത് പ്രതാപം പറയുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി നേരെ പോയി അവളുടെ അനിയനെ ഒരു ഒറ്റ അടി കൊടുത്ത് താഴെ ഇടാണ്. അതുകൊണ്ട് തന്നെ അവളെ അച്ഛൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ഇപ്പൊ ആ പെണ്ണിനോട് പ്രതാപ് നിന്റെ ലവറിനെ വിളിച്ചിട്ട് നമുക്ക് ബ്രേക്കപ്പ് ആവാന്ന് പറയാനായിട്ട് പറയാണ്. പ്രതാപ് പറഞ്ഞ പോലെ തന്നെ ആ പെൺകുട്ടി ലവറിനെ വിളിച്ചിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചായ തീരെ ഇഷ്ടമില്ലാത്ത ഈ ഒരു പെൺകുട്ടിയോട് ഒരു പാക്കറ്റ് ചായപ്പൊടി അന്ന് തന്നെ തിന്നാനായിട്ട് അയാൾ പറയുന്നുണ്ട്. അത് കേട്ട് ആ പെൺകുട്ടി മുഴുവനായിട്ട് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട അവളുടെ അച്ഛൻ കരഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കുകയാണ് ഇവൻ പറയുന്നതൊക്കെ എന്തിനാ നീ ഇങ്ങനെ കേൾക്കുന്നതെന്ന്. ആ ഒരു പെൺകുട്ടിയും എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ അവൻ തുടക്കത്തിൽ കൊടുത്ത ആ ഒരു ചോക്ലേറ്റ് കൂടുതലും ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇപ്പോ ഈ ഒരു പെൺകുട്ടി പൂർണ്ണമായിട്ട് അയാളുടെ കൺട്രോളിലാണ്. ഇപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയ അച്ഛനാന്ന് വെച്ചാൽ ഇയാൾ തല്ലാനായിട്ട് പോകുമ്പോ ആ പെൺകുട്ടി ഇടയിൽ കയറി നിന്ന് അച്ഛനെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ പറയാണ് അവളുടെ അനിയനെ തലക്കിട്ട് നല്ല അടി കൊടുക്കാൻ. അത് കേട്ടതും ആ പെൺകുട്ടി അനിയനെ പിടിച്ച് തലക്കിട്ട് നല്ല അടി കൊടുത്തോണ്ട് അവനക്ക് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അച്ഛനും ഇപ്പൊ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പ്രതാപിനോട് കെഞ്ചുമ്പോ നിന്റെ മോളെ എനിക്ക് തരണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാണ്. ഈ ഒരു അപരിചിതനായ പ്രദീപ് എന്ന് പറഞ്ഞ ഒരാള് പെണ്ണിനോട് എനിക്ക് കാല് വല്ലാതെ വേദനിക്കുന്നു, നീ ഒന്ന് തടവിത്താന്ന് പറയാണ്. അത് പറയേണ്ട താമസം ആ പെണ്ണ് അവിടെ നിന്ന് എണീറ്റ് അവളുടെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ കാലെല്ലാം തിരുമ്പി കൊടുക്കുന്നു. പിന്നീട് അയാളെ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, നീ ഒരു കാര്യം ചെയ്യും ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ ഒരണ്ട പോലും തെറ്റിക്കാതെ അവിടെ നിന്ന് ഡാൻസ് കളിക്കാണ്. അവള് വേണ്ട വർക്കിനെ ഡാൻസ് കളിച്ചപ്പോ പ്രദീപ് ഇങ്ങനെ കളിക്കില്ല, ഭയങ്കര ഉഷാറായി സന്തോഷത്തോടുകൂടി കളിക്കാൻ പറയാണ്. അങ്ങനെ ആ ഒരു പെണ്ണ് ഉഷാരോടുകൂടി 3 മണിക്കൂർ 4 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഡാൻസ് കളിച്ചോണ്ട് തന്നെ ഇപ്പോൾ ആകെ തളർന്നിരിക്കുകയാണ്. പ്രദീപ് ആ പെണ്ണിനോട് നിർത്താൻ പറയാതെ ആ പെണ്ണ് നിർത്തേയില്ല. ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാതെ അവളുടെ അച്ഛൻ റൂമിലേക്ക് കയറിപ്പോയി ഉറക്കെ അരണ്ട് പൊളിച്ച് കരയാണ്. അമ്മ എന്ന് വെച്ചാല് മോള് ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ കുറച്ച് വെള്ളമെങ്കിലും അവൾക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വേണ്ട, കയ്യിലുള്ള വെള്ളം കൊട്ടിക്കളയാനായിട്ട് പ്രദീപ് പറഞ്ഞതും ക്ഷീണിതനായിട്ട് പോലും അവള് വെള്ളം കുടിക്കാതെ ആ വെള്ളം തട്ടിക്കളയാണ്. ഇപ്പൊ പ്രദീപ് അവളുടെ കയ്യിലായിട്ട് ഒരു കത്തി കൊടുത്തിട്ട് എന്റെ അടുത്തേക്ക് ആര് വന്നാലും നീ അവനെ കുത്തി കൊല്ലണം, ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, അതുപോലെ തന്നെ ഞാൻ 5 വരെ എണ്ണുന്ന വരെ നിന്റെ അമ്മ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവളെ കുത്തി കൊന്നേക്ക് എന്ന് പറയാം. എന്നിട്ട് അവനെ എണ്ണാൻ തുടങ്ങിയതും പേടികൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു അച്ഛനും ഞാൻ അവനെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു ബാറ്റ് എടുത്ത് പോകുന്നുണ്ട്. എന്നാൽ അവിടെ കാര് ചെന്നാലും തന്നെ മകളെ കുത്തിക്കൊല്ലുമെന്ന് അമ്മക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അമ്മ വേണ്ട പോകണ്ട എന്ന് പറയാണ്. അതൊന്നും കേൾക്കാതെ അച്ഛൻ അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ മോളാണെന്ന് വെച്ചാല് അച്ഛനോട് അങ്ങോട്ട് വരല്ലേ, അടുത്തേക്ക് വരല്ലേ, ഞാൻ അച്ഛനെ കൊല്ലും പോന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. കാരണം അവൾക്ക് അവളെ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അച്ഛനും അയാളെ കൊല്ലാനായിട്ട് വരുമ്പോ ഈ മോള് നിന്നെടുത്ത് നിന്ന് എനങ്ങാൻ പറ്റാതെ അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യാണ്. കാരണം അയാൾ അവിടെ നിന്ന് എനങ്ങരുതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതുകൊണ്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ വീണ്ടും അച്ഛൻ അവിടെ നിന്ന് കരയാണ്. അപ്പൊ അമ്മ വന്നിട്ട് ആ കുട്ടിയുടെ ഡ്രസ്സ് മാറ്റാനായിട്ട് റൂമിലേക്ക് കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിക്കുന്നു. റൂമിലേക്ക് കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വേണ്ട, ഇവിടെ നിന്ന് തന്നെ മാറ്റാനായിട്ട് പറയാണ്. അമ്മയും എങ്ങനെയൊക്കെ അവളുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവളുടെ അനിയനെ പ്രദീപ് പറഞ്ഞതുകൊണ്ട് ഈ പെണ്ണ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ മകൾ തന്നെ കൊല്ലുമെന്ന് പ്രദീപ് പറയാണ്. അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും അവരുടെ മകനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാനായിട്ട് പറയാണ്. പേടിച്ചു പോയ അവരും തന്റെ മകനെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു പെണ്ണാന്ന് വെച്ചാൽ ഇപ്പോ തന്റെ അനിയനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രദീപ് പറഞ്ഞ പോലെ അവൻ അന്വേഷിച്ച് നടക്കാണ്. എന്നാൽ അവൾക്ക് അവനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അവൾ അവളുടെ അമ്മയെ ഉപദ്രവിക്കുകയും അച്ഛനെ കത്തിയോണ്ട് കുത്തിയൊക്കെ ചെയ്യാണ്. കരയുന്ന ഒച്ച കേട്ട് ടെറസിന്റെ മുകളിൽ നിന്ന് ആ മകൻ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഈ പെണ്ണിന് ഇപ്പൊ തന്റെ അനിയൻ എവിടെയാണെന്ന് മനസ്സിലായിട്ട് അവനെ കൊല്ലാനായിട്ട് ടെറസിലേക്ക് പോകുന്നുണ്ട്. ടെറസിന്റെ മുകളിൽ നിന്ന് തട്ടി തന്റെ അനിയനെ അവൾ താഴേക്ക് ഇടാണ്. എന്നിട്ടും അവൻ മരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞ പെണ്ണ് ഒരു പൂച്ചട്ടി എടുത്ത് അവനെ തലക്കടിച്ച് കൊല്ലാനായിട്ട് നോക്കുമ്പോ പ്രദീപ് വേണ്ട നിർത്താനായിട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് ആ ശ്രമം അവിടെ നിർത്തുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പ്രദീപ് പറയാണ് നിങ്ങളെ മകൾ
മകളെ നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ എന്റെ കൂടെ പറഞ്ഞയക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകനെയും കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ കൊണ്ട് തന്നെ ഭാര്യയെയും മകനെയും ഞാൻ കൊല്ലിക്കും എന്ന് പറയാണ്. അത് കേട്ട പെൺകുട്ടിയുടെ അമ്മയാണെന്ന് വെച്ചാല് എന്റെ മകളെ കൊണ്ട് പൊക്കോളാൻ കരഞ്ഞോണ്ട് പറയാണ്. കാരണം അവർക്ക് തന്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഇപ്പൊ ഈ അമ്മയും അച്ഛനും ഈ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഈ അച്ഛൻ അവന്റെ ഫോണിന്റെ ലൊക്കേഷൻ ഓൺ ചെയ്ത് ഈ പെൺകുട്ടിയുടെ പോക്കറ്റിലായിട്ട് ഇടുന്നുണ്ട്. ആ പെൺകുട്ടിയാണെന്ന് വെച്ചാല് വാ തുറന്നൊന്നും പറയാൻ പറ്റാതെ എന്നെ അവന്റെ ഒപ്പം വിടല്ലേ എന്ന അർത്ഥത്തിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പ്രദീപ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അച്ഛനമ്മയോട് ഞാൻ പോയി മകളെ രക്ഷിക്കാം, നീ ആ മകനെ വേഗം ആ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറയാണ്. അമ്മയും ഈ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. കാർ ഭയങ്കര വേഗത്തിൽ ഓടിച്ചുകൊണ്ട് തന്നെ അവര് ഒരു ലോറി ഇടിച്ച് മരിച്ചു പോവാണ്. പ്രദീപിനെ ഫോളോ ചെയ്ത് മകളെ രക്ഷിക്കാനായിട്ട് ഈ അച്ഛൻ അവന്റെ താവളത്തിൽ എത്തുന്നുണ്ട്. അവിടെ ഈ ഒരു പെൺകുട്ടി മാത്രമായിരുന്നില്ല, ഒരുപാട് പെൺകുട്ടികളെ പ്രദീപ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അച്ഛൻ ആ ഒരു കോമ്പൗണ്ടിലേക്ക് കയറിയതും എല്ലാ പെൺകുട്ടികളും അട്ടി കടിക്കുന്ന പോലെ ഈ അച്ഛനെ ഇട്ട് കടിച്ചു കൊല്ലാനായിട്ട് നോക്കാണ്. പ്രദീപ് അവിടെ വന്നിട്ട് ദേഷ്യത്തോടുകൂടി എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനവനൊന്നും മറുപടി പറയാത്തോണ്ട് ആ മകളെ വിളിച്ച് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് അവള് വലിച്ചെറിഞ്ഞിട്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വന്നതാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാരും കൂടി ആ ഒരു അച്ഛനെ കൊല്ലാനായിട്ട് പോകുകയാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ എന്റെ മകളുടെ കൈ കൊണ്ട് മാത്രമേ ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്ന് അവസാന ആഗ്രഹം പറയാണ്. അതിന് പ്രദീപ് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പ്രദീപ് പറയുന്നതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛനാണെന്ന് വെച്ചാല് തന്റെ മകളുടെ ചെവിടിനുള്ളിലായിട്ട് 2 കത്രിക കുത്തിക്കയറ്റി അവളുടെ കേൾവി ശക്തി നഷ്ടപ്പെടുത്താണ്. അതുകൊണ്ട് പ്രദീപ് പറഞ്ഞ കാര്യങ്ങളൊന്നും ആ മകള് കേട്ടില്ല. അതുകൊണ്ട് അവള് ഒന്നും ചെയ്യുന്നുമില്ല. ബാക്കിയുള്ള പെൺകുട്ടികളെ വെച്ച് ഇവനെ കൊല്ലിക്കാന്ന് വിചാരിച്ചാല് അപ്പോഴത്തേനും ആ ഒരു അച്ഛൻ ഈ പ്രദീപിന്റെ തലക്കടിച്ച് ബോധം കെടുത്താണ്. അങ്ങനെ പെൺകുട്ടികളെ എല്ലാവരെയും രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് വർഷം കഴിഞ്ഞ് കാണിക്കുകയാണ് ഈ പ്രദീപിനെ ഈ അച്ഛനെ അടച്ചൊരു റൂമിലാക്കി ഇട്ടേക്കാണ്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഒരു ചത്ത എലിയെ മാത്രമാണ് പ്രദീപിന് ഈ അച്ഛൻ കൊടുക്കുന്നത്. പക്ഷെ അയാളുടെ മകളെ ഇപ്പോഴും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അവള് മുടിയെല്ലാം പോയി ഇപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരാൾ കാരണം ആ ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെയാണല്ലേ ഇല്ലാണ്ടായ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇമോഷണലി എഫക്ട് ചെയ്തോന്നൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ.